മുല്ലപ്പൂവിതളോ ഒളിമിന്നും പുഞ്ചിരിയായി, ചിന്നും പൂമഴയോ നിൻമൊഴിയോ, ചെല്ലക്കാറ്റല നീ പൊന്നില്ലി കാടായി ഞാൻ, ഒന്നായി ചേർന്നിടുവാൻ ഉൾക്കൊതിയായി, അനുരാഗത്താലേ ഒരു മേഘത്തുണ്ടായി ഞാനും, മഴ കൊള്ളുവാനായി വന്നവളേ അഴകേ അഴകേ എന്നിൽ നിന്നും പോകാതെ, അഴകേ 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 എന്നിൽ നിന്നും പോകാതെ, അഴകേ അഴകേ അഴകേ. പകലോ രാത്രിയോ ഒന്നും തിരിയാതെ, മഴയോ വെയിലോ ഒന്നും നോക്കാതെ, നിൻ പിറകെ പോന്നു ഞാൻ, ഹൃദയം തന്നു ഞാൻ, നിൻമിഴിതൻ മയിലാട്ടം എന്നെഞ്ചിൻ കൂട്ടിലോ, പലവൊരു പലവൊരു പറയാൻ നിൻ കാതിൽ ചുണ്ടു ചേർത്തു ഞാൻ, ഒരു മൊഴി ഇരുമൊഴി കേൾക്കാതെങ്ങു പോയി, പലവൊരു പലവൊരു പറയാൻ നിൻ കാതിൽ ചുണ്ടു ചേർത്തു ഞാൻ, ഒരു മൊഴി ഇരുമൊഴി കേൾക്കാതെങ്ങു പോയി, അഴകേ. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സർവ്വസഭകൾക്ക് സമാധാനം. സർവ്വസ്നായങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ ജീവിതത്തിന് നിയമങ്ങൾ. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന, തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിന്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സർവ്വശക്തനായ പിതാവേ, ഞങ്ങളെ മുഴുവൻ അങ്ങേക്ക് സമർപ്പിച്ച് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധി നന്മകളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് വിവാഹ വാഗ്ദാനം നടത്തുവാനായി പുറപ്പെടുന്ന അങ്ങയുടെ ഈ ദാസിയെ പരിശുദ്ധന്മാരെ നിറച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ, വിശുദ്ധ പിതാവേ, സകല വിശുദ്ധരെ ഈ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ എന്നേക്കും ആമേൻ.
നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ Heart beats fast, colors and promises. How to be brave? How can I love when I'm afraid to fall? But watching you stand alone, all of my doubt suddenly goes away somehow. One step closer. ബഹുമാനായ ദൂര്യ അലീന മാതാപിതാക്കളെ കുടുംബാംഗ സഹോദരങ്ങളെ പോളിയും അലീനായും വാഹജീവിതത്തിനായിട്ട് ഒരുങ്ങി ദൈവം നമുക്ക് കണ്ടെത്തിയ പങ്കാളിയെ മനസ്സിലാക്കി സഭാനിയമപ്രകാരം അടുത്ത വാതിലാകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത 15-ാം തീയതിയാണ് അവർ വാഹന കൂടാശ പരികരണം ചെയ്യപ്പെടുക. ലഭിക്കമായിട്ട് നമ്മുടെ മനസ്സുകളുടെ കൈമാറ്റം ഇവിടെ നടത്തുകയാണ്. ഇവരെ എൻ്റെ പങ്കാളിയായ ആഗ്രഹിക്കുന്നു എന്നുള്ള മനസ്സമ്മതം ഇവിടെ നടത്തുന്ന ഈ വേളയിൽ നിങ്ങൾ രണ്ടുപേരുടെയും ചേർന്ന് ഉള്ള കുടുംബം നല്ല കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കാരുണ്യവും കൃപയും നിങ്ങളുടെ പിന്നിലാകട്ടെ. ഈ രാത്രി അടിസ്ഥാന കുടുംബമായത് ആകെയാണ് നല്ല കുടുംബം പ്രാർത്ഥനയെ അധിഷ്ഠിതമായ പരസ്പര സ്നേഹത്തിലും വിശ്വസ്തയിലും അധിഷ്ഠിതമായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇവിടുത്തെയും ഉള്ള നല്ല കുടുംബം രൂപപ്പെടുവാൻ നിങ്ങളിലൂടെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ടോണിക്കും അലീനയ്ക്കും എല്ലാവരുടെ പ്രാർത്ഥനാശംസകൾ നേരുകയാണ്. മാതാപിതാക്കന്മാർ വലിയ സ്വപ്നങ്ങളാണ്. തൻ്റെ മക്കൾ വിശ്വാസങ്ങൾക്ക് സഭ സമുദായത്തിൻ്റെ പങ്കാളിയെ കണ്ടെത്താൻ വലിയ സ്വപ്നങ്ങളാണ് നമുക്ക്. ആ സ്വപ്നങ്ങൾ നമ്മുടെ മക്കളുടെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ സംതൃപ്തിയോടെയാണ് നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേരും പ്രാർത്ഥിക്കും. നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്നിച്ചാൽ
ഈ മനസ്സമ്മതത്തിൽ പങ്കുചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിക്കും അരങ്ങിനും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പ്രത്യേകിച്ചുള്ളി നവോദരന്മാരെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ദൈവപൂർവ്വം സ്വാഗതം ചെയ്യും. സർവേശ്വരനെ
ദൈവികവുമായ കൽപ്പനകളുടെ അദ്ഭുതസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരവുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും ഞങ്ങളുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. യോബിന്റെ പുസ്തകം 4-ാം അധ്യായം 12 മുതൽ 13 വരെ. എല്ലാത്തരം അധാർമ്മിയിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യ ജനങ്ങളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവിതാക്കന്മാരായ നോഹ്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം സ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹിതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന് നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും രാജീവവും വരുത്തും. അലസത നാശത്തിൽ പട്ടിണിക്കും നികാരമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കൂടിക്കൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടെ കൂടി വിവാഹ വാഗ്ദാനത്തിനായി ഒരുങ്ങിയിരിക്കുന്ന ഈ ദാസരുടെ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹ വാഗ്ദാനം ചെയ്യുക ആഴ്ച കൊടുക്കുകയും ഇവിടെ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹത്തിന്റെ അപാരപ്രഭാവം നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഹൃദയനിഷ്ഠയും അധ്യക്ഷനുമായ വിവാഹം ചെയ്യുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ രാശിയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹമെന്ന ഉദാശ ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടി മരണവിടെ നിലനിൽക്കുന്ന ബന്ധവുമാണ് ബോധ്യത്തോടെ ഇത് സ്വീകരിക്കാൻ ഈ രാശിയെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മെ നാമത്തിലെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ വന്നിരിക്കുന്നവരുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും നീതിപരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും ആമേൻ. ശരിയായ ആത്മാവോടും സഹോദരമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. മിശിഹായുടെ തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂടാശയിലൂടെ അതിനെ ഇദ്ദേഹം ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂടാശയിലൂടെ തോണിയെ
ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു. സാക്ഷികൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാക്കുക. വിവാഹ വാഗ്ദാനത്തെ വിഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ സഹായിക്കുകയും ചെയ്യട്ടെ. അവരെ നിങ്ങളുടെ ദാസനം ചെയ്യുന്ന ഈ ഉടമ്പടിയെ സ്ഥിരീകരിക്കണമേ. ഇപ്പോൾ ചെയ്ത വിവാഹ വാഗ്ദാനം പൂർത്തിയാക്കുവാൻ എന്റെ ദാസരായ ധോണിയെയും കീനയെയും അവരുടെ കാരണവന്മാരായ ഇവരെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. സംരക്ഷണവും സഹായവുമാകട്ടെ. സകലത്തിന്റെയും നാഥായ ദൈവം. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. ഇബ്രാഹിമിനെയും സാറായെയും ഇസ്ഹാക്കിനെയും റബ്ബയിനെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും ഉദ്ധരിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹം എന്ന കൂടാശയായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നാളിതാ പുലരുന്നു മേലെ, കനവായിരം തെളിയുന്നു താനേ. പുഴയായി നാം അലയുന്ന പോലെ ചിരി തേടി വഴി ദൂരെ ദൂരെ. പൂങ്കാറ്റിനോടും പൂവല്ലികളോടും കൊഞ്ചുകയായി നാം പതിയെ. പൂങ്കാറ്റിനോടും പൂവല്ലികളോടും
കിനാവിന്റെ കഥകൾ തുറക്കുന്ന മതിഭ്രമദായിനി പരിമളകാലത്തെ കിനാവിൽ പരന്നേ മോഹങ്ങൾ നിലാവായി പൊഴിഞ്ഞേ കാലത്തിൻ ചുരങ്ങൾ കടന്നേ തേനൂറും ദിനങ്ങൾ വരുന്നേ
കുഞ്ഞിക്കൂട്ടിൽ മഞ്ഞു തൂകാൻ വാ മേഘമേ നീ. കാലങ്ങൾ കിനാവിൽ പരന്നേ, മോഹങ്ങൾ നിലാവായി പൊഴിഞ്ഞേ, കുഞ്ഞിക്കൂട്ടിൽ മഞ്ഞു തൂകാൻ വാ മേഘമേ നീ. ഒന്നു വാ നീ മാറിവില്ലേ, രാവിൻ ശീലമാറ്റി തൂവിരൽ തുമ്പാൽ ചായമേകുമോ. ഉള്ളിൻ ഉള്ളം തുന്നിവച്ചു നമ്മൾ തമ്മിൽ തമ്മിൽ നെയ്തെടുത്തു ജീവിതം. കണ്ടു ഞാൻ നിൻ കണ്ണിനുള്ളിൽ ഈറൻ കാറ്റിനീണം, ഞാൻ അറിഞ്ഞു നിൻ ശ്വാസതളമായി. ഓരോ നോവും പെയ്തൊഴിഞ്ഞു താനെ ഇന്നെൻ മുന്നിൽ തൂവെളിച്ചമായി വാ മിന്നി മിന്നി. കിനാവിൽ പരന്നേ, മോഹങ്ങൾ നിലാവായി പൊഴിഞ്ഞേ, കാലത്തിൻ ചുരങ്ങൾ കടന്നേ, തേനൂറും ദിനങ്ങൾ വരുന്നേ, കുഞ്ഞിക്കൂട്ടിൽ മഞ്ഞു തൂകാൻ വാ മേഘമേ നീ. മേലെ വാനിൽ മായാതെ സൂര്യനോ, താനേ കണ്ണിൽ മോഹങ്ങളാഴുമോ. ഏതോ വേനൽ നീളേ ചായം പാടാമൈനേ മൂളുന്നില്ലേ, മേടപ്പൂവേ കാണാനല്ലേ നീലക്കൈയും വീശുന്നില്ലേ.
മേഘങ്ങൾ പെയ്യും പുതുമഴയില നൂലാലീണങ്ങൾ നെയ്യും ചിറകിലണിയുമറിയ നനവുമായി പൂങ്കാറ്റേ ഒരു വേഗം ചാരേ മേലേ വാനിൽ മായാതെ സൂര്യനോ താനേ കണ്ണിൽ മോഹങ്ങളാഴുമോ ഏതോ വേനൽ നീളേ ചായം തൂവും പോലെ നീരാറിൻ തീരങ്ങൾ നീരാടും നേരത്ത് കൂടേറാനാരു പോരുന്നേ വെള്ളിച്ചെല്ലം പോലെ നിലവൊരു തുള്ളിത്തൂവും മെല്ലെ ഹേമന്തരാവിനോരം വാർത്തിങ്കൾ നീയേ കാത്തു നിന്ന ചില്ലയിൽ പൂ നിറഞ്ഞുവോ ഏതോ വേനൽ നീളേ ചായം തൂവും പോലെ ഈരാറിൻ തീരങ്ങൾ നീരാടും നേരത്ത് കൂടേറാനാരു പോരും